നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പേര് ദേവി. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഇവിടെ നമ്മള് ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് സെറ്റ് എക്സാം എഴുതി വിജയിച്ച ആളുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് അല്ലെ. അപ്പോ അടുത്ത സെറ്റ് എക്സാം കഴിയുമ്പോഴേക്കും ഈ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോ ഇത്തരത്തിൽ ഒരു സെറ്റിന്റെ വിജയിയായിട്ട് ഈ അടുത്ത എക്സാമോട് കൂടി നിങ്ങൾക്കും ഇതിൽ സ്ഥാനം പിടിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ഒരു മോട്ടിവേഷനോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ. അപ്പൊ നമുക്കറിയാം, സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്? ശരിയായ ഉത്തരം മാത്രം നോക്കിയാൽ പോരാ, പിന്നെയോ ക്വസ്റ്റ്യൻ വന്ന ഏരിയ മനസ്സിലാക്കണം. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കൃത്യമായ ഉത്തരം മാത്രം പഠിച്ചു പോയാൽ പോരാ, ക്വസ്റ്റ്യൻ വന്ന ഏരിയ മനസ്സിലാക്കണം, ഏത് രീതിയിലാണ് ചോദ്യം വരുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെയോ ആ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ആയിട്ടുള്ള മറ്റ് 3 ഉത്തരങ്ങൾ അല്ലെ, ടോട്ടൽ 4 ഓപ്ഷനില് ബാക്കി 3 ഉത്തരങ്ങൾ വിട്ടുകളയാൻ പാടില്ല. അതും അടുത്ത ഭാഗത്തിലേക്കുള്ള ക്വസ്റ്റ്യൻ, അടുത്ത വർഷത്തിലേക്കുള്ള ക്വസ്റ്റ്യനിലേക്ക് ചിലപ്പോൾ ശരിയായ ഉത്തരത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ആ ഓപ്ഷൻസ് സഹായിക്കും. അപ്പൊ നമുക്ക് താമസിക്കാതെ തന്നെ ഈ കഴിഞ്ഞ സെറ്റ് പരീക്ഷയിൽ ചോദിച്ച മലയാളത്തിലെ ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കൂടുതൽ വിശദീകരണങ്ങളും ഒക്കെ പരിചയപ്പെടാം. ഓക്കെ, ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കുക. ആദ്യത്തെ ചോദ്യം എന്താണ്? കൂടിയാട്ടത്തിന് ഉപയോഗിക്കാത്ത സംഗീതോപകരണം ഏത്? ശ്രദ്ധിക്കുക, ചോദ്യത്തില് കൂടിയാട്ടത്തിന് ഉപയോഗിക്കാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപയോഗിക്കുന്നതല്ല, കൂടിയാട്ടം എന്നുള്ള കലാരൂപത്തിൽ ഉപയോഗിക്കാത്ത ഒരു വാദ്യോപകരണം, സംഗീതോപകരണം ഏത് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കിയേ. ഇടയ്ക്ക എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ശംഖ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ചെണ്ട എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കുഴിത്താളം എന്നുള്ള ഒരു വാദ്യോപകരണത്തിന്റെ പേരും കൂടി ഉണ്ട് അല്ലെ. ഇവിടെ 4 വാദ്യോപകരണങ്ങളുടെ, സംഗീതോപകരണങ്ങളുടെ പേര് തന്നിരിക്കുന്നു. അതിൽ നിന്നും പ്രധാനമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? കൂടിയാട്ടത്തിന് ഉപയോഗിക്കാത്ത വാദ്യം ഏതാണ്, സംഗീതോപകരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് നമ്മളപ്പോ എന്തറിയണം? കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ അറിയണം. എങ്കിൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? കൂടിയാട്ടത്തിന് ഉപയോഗിക്കാത്ത സംഗീതോപകരണം കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങളെ നമ്മൾ ആദ്യം പരിചയപ്പെടുകയാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങളെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇവിടെ പ്രധാന വാദ്യം, കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യം ഏതാണ്? മിഴാവാണ്. കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യം, നിങ്ങൾ ഗൂഗിളിലൊക്കെ കൂടിയാട്ടത്തിന്റെ പിക്ചേഴ്സ് എടുത്ത് നോക്കിയാൽ പ്രധാനമായിട്ടും പുറകെ ഇരുന്ന മിഴാവ് കൊട്ടുന്ന ഒരാളെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ മിഴാവാണ് കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യം. പിന്നെയോ ഇടയ്ക്ക കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. കുഴിത്താളം എന്നുള്ള സംഗീതോപകരണവും കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നു. കുറുംകുഴലും ഉപയോഗിക്കുന്നുണ്ട്, ശംഖും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഓപ്ഷനില് തന്നേക്കുന്ന സംഗീതോപകരണങ്ങൾ ഓർക്കുക. എന്നിട്ട് ഉത്തരം നമുക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. മിഴാവ്, ഇടയ്ക്ക, കുഴിത്താളം, അതുപോലെ കുറുംകുഴൽ, ശംഖ് തുടങ്ങിയവയാണ് എന്തിനുപയോഗിക്കുന്നത്? കൂടിയാട്ടം എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള യുനെസ്കോയുടെ ഒക്കെ അംഗീകാരം കിട്ടിയ കലാരൂപമാണ് കൂടിയാട്ടം അല്ലെ. അപ്പം കൂടിയാട്ടം എന്നുള്ള നമ്മുടെ പൈതൃക കലാരൂപത്തിന് ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് ഒന്നുകൂടെ ചോദ്യത്തിലേക്ക് പോകാം. കൂടിയാട്ടത്തിന് ഉപയോഗിക്കാത്ത സംഗീതോപകരണം, കൂടിയാട്ടത്തിന് ഉപയോഗിക്കാത്ത സംഗീതോപകരണം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 4 തന്നേക്കുന്നത്. ഇടയ്ക്കയുണ്ട്, ശംഖ്, ചെണ്ട, കുഴിത്താളം. അപ്പൊ ഇതില് നമ്മൾ പഠിച്ചതില് ഇല്ലാത്തത് ഏതാണ്? ചെണ്ട ഉണ്ടോ? ഇല്ല, കൂടിയാട്ടത്തിന് ചെണ്ട ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് ഉത്തരം ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞു. ശരിയായ ഉത്തരം ഏതാണ് വരിക? ചെണ്ടയാണല്ലേ. അപ്പൊ കൂടിയാട്ടത്തിന് ഉപയോഗിക്കാത്ത സംഗീതോപകരണം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി, ചെണ്ടയാണ്. അതോടൊപ്പം കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതോപകരണവും കൂടിയാട്ടത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് മനസ്സിലാക്കിയില്ലേ? ആ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലെ. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് രാമചരിതത്തിലേക്ക് പോയി. നമുക്കറിയാം, പാട്ടും മണിപ്രവാളവും വിട്ടൊരു കളി ഒരിക്കലും സെറ്റിന് ഇല്ല അല്ലെ. അപ്പൊ സെറ്റില് എപ്പോഴും നമ്മൾ പാട്ടിനെയും മണിപ്രവാളത്തെയും കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രം വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഇവിടെ നോക്കുക, രാമചരിതത്തിൽ
ഗ്രന്ഥത്തിന്റെ ആരംഭത്തിലും ഗ്രന്ഥത്തിന്റെ അവസാനത്തിലും സ്മരിക്കുന്ന പോകി പോക ചനയൻ ആരെന്നാണ് കരുതുന്നത്? ഓക്കെ, അപ്പൊ ഇവിടെ 4 ഓപ്ഷൻ ആണുള്ളത്. ശ്രീ വീരരാമവർമ്മ, അനന്തശായിയായ പത്മനാഭൻ, ഹനുമാൻ, ആദിത്യവർമ്മ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്താ? രാമചരിതം എന്നുള്ള പ്രശസ്തമായ നമുക്കറിയാവുന്ന പാട്ടുകൃതിയാണല്ലേ. ആ പാട്ടുകൃതിയില് ഗ്രന്ഥത്തിന്റെ തുടക്കത്തിലും അതുപോലെ ഗ്രന്ഥത്തിന്റെ അവസാനത്തിലും സ്മരിക്കുന്ന പോകി പോക ചയനൻ ആരാണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. പോകി പോക ചയനൻ എന്നുള്ളത് ഇവിടെ 4 ഓപ്ഷനിൽ ഏതാണ് ശരി ഉത്തരം എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ ആ ശ്ലോകം ഒന്ന് നോക്കാം അല്ലെ. 3ാമത്തെ ശ്ലോകം. ഈ കാനനങ്ങളിൽ അരൻ കളിറുമായി കരുണിയായി കാർനെടും കണ്ണുമ തമ്മിൽ വിളയാടി നടന്തൻ രാനനം വടിവുള്ളാന വടിവായി അവതരിത്താതിയെ എന്നാണ് ഏത് തുടങ്ങുന്നത്? രാമചരിതത്തിന്റെ 1ാം പടലം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ 3ാമതായിട്ട് വരുന്ന ശ്ലോകമാണ് നമ്മൾ നോക്കേണ്ടത്. ശ്ലോകമല്ല, പാട്ട് അല്ലെ. നമ്മള് രാമചരിതം പോലുള്ള പാട്ടുകൃതികളിലാവുമ്പോ എന്താണ് പറയുന്നത്? പാട്ട് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെ താരിണങ്കിന തഴൈക്കുഴൽ മലർത്തയ്യൽ മുലൈത്താവളത്തിൽ ഇളകൊള്ളും അരവിന്ദ നയന ആരണങ്ങളിൽ എങ്കും പരമയോഗികൾ ഉഴഞ്ചാലും എന്റും അറിവാനറിയ ജ്ഞാന പൊരുളെ മാറി വന്നതൊരു മാമലയെടുത്തു തടയും മായനെ അരജനായി നിജിചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമയെടുത്തു പുകഴ്വാൻ പോകി പോക ചയന. കണ്ടോ, ഇവിടെ 3ാമത്തെ പാട്ടില് പോകി പോക ചയനനെയാണ് സ്മരിക്കുന്നത് അല്ലെങ്കിൽ സ്തുതിക്കുന്നത്. ഇവിടെ പോകി പോക ചയന കവിയന കരുൾ ചെയ്യേ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് വേണ്ടേ? പോകി പോക ചയനൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം പാട്ടിന്റെ ദ്രവിഡ സംഘാതാക്ഷര നിബദ്ധമാണ് പാട്ട് അല്ലെ. യദുഗാ മോനവൃത്ത വിശേഷയുക്തം പാട്ട്. ദ്രവിഡ സംഘാതാക്ഷരം, ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ. ഇവിടെ പോകി പോക ചയനൻ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് നമുക്ക് ഈ പോകി പോക ചയനൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് എന്നല്ല, സംസ്കൃത അക്ഷരമാലയോട് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം പോകി പോക ശയനൻ. പോകി പോക ശയനൻ എന്നുള്ളതിന്റെ ദ്രാവിഡ രൂപമാണ് പോകി പോക ചയനൻ എന്നുള്ളത് അല്ലെ. ഇവിടെ ഒരു അക്ഷരത്തില് തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പം പോകി പോക ചയനൻ എന്നുള്ളത് പോകി പോക ശയനൻ എന്നുള്ളതിന്റെ ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായിട്ടുള്ള രൂപമാണ്. അപ്പൊ ഇവിടെ പോകി പോക ശയനൻ എന്ന് പറഞ്ഞ എന്താണ്? പാമ്പിന്റെ മേൽ തലവെച്ച് കിടക്കുന്ന ആരാണ്? അനന്തശായിയായിട്ടുള്ള പത്മനാഭനാണ്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റുന്ന പത്മനാഭ സങ്കല്പത്തിലുള്ള വിഗ്രഹം എങ്ങനെയാണ്? അനന്തശായിയായിട്ടുള്ള അനന്തന്റെ മേലെ കിടക്കുന്ന രീതിയിലുള്ള പത്മനാഭനെയാണ് കാണാവുന്നത്. അതാണ് അനന്തശായിയായിട്ടുള്ള പത്മനാഭനെയാണ് പോകി പോക ശയനനായിട്ടുള്ള അഥവാ ദ്രമിഡ സംഘാതാക്ഷരത്തിൽ പോകി പോക ചയനനായിട്ടുള്ള പത്മനാഭനെ ആണ് കാണാൻ കഴിയുക. ഉത്തരത്തിലേക്ക് എത്തിയില്ലേ? അപ്പോ ഇത് നമ്മൾ ഓർത്തിരിക്കുക. രാമചരിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ രാമചരിതം മാത്രം ഓർത്താ പോരാ, അതിൻ്റെ ഉള്ളിലെ പാട്ടുകളും അതിൽ പറഞ്ഞേക്കുന്ന പ്രധാന കാര്യങ്ങളും ഒക്കെ പഠിക്കണമെന്നാണ് ഈ ചോദ്യം വ്യക്തമാക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചിട്ട് വേണം നമ്മൾ ഇനി സെറ്റിന് പോവാൻ. ഇനി അടുത്തത് നോക്കിക്കേ, ഈസിയാണ്. ചിദംബര സ്മരണ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചിദംബര സ്മരണ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് 4 ഓപ്ഷൻസ്. എ അയ്യപ്പനെ തന്നിട്ടുണ്ട്, ഡി വിനയചന്ദ്രനെ തന്നിട്ടുണ്ട്, എം ഗോവിന്ദനെ തന്നിട്ടുണ്ട്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ചിദംബര സ്മരണ എന്ന് പറയുന്നത്? ആദ്യം തന്നെ ഏത് ഗണത്തിൽപ്പെടുന്ന ബുക്കാണ്? നമുക്കറിയാം, കഥയാണോ? അല്ല. നോവലല്ല, കവിതയല്ല അല്ലെ. അപ്പം ഏത് രീതിയിലാണോ? ഓർമ്മകളാണല്ലേ, സ്മരണകൾ തന്നെയാണ്. പേരിൽ ബുക്കിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള പേര് പോലെ സ്മരണകളും നമ്മുടെ ആത്മകഥാപരമായിട്ടുള്ള ഓർമ്മകളും ഒക്കെയാണ് എഴുതിയേക്കുന്നത്. ഇത് ആരാണ് എഴുതിയത്? വളരെ പ്രശസ്തനായ, മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കവിയാണ് ചിദംബര സ്മരണകൾ എഴുതിയിരിക്കുന്നത്. ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. ഓക്കെ, ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ചിദംബര സ്മരണ എന്നുള്ള ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. മറക്കരുത്. ഇനി അടുത്തൊരു ചോദ്യം,
മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണെന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് 4ഉം പ്രധാനമായിട്ട് അറിയാവുന്നതാണ്. കാര്യം ഓരോ ധാരയുടെ പേരിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന നോവലുകളും ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പറങ്ങോടി പരിണയം, വിരുതൻ ശങ്കു, ഉദയഭാനു, പാറപ്പുറം. 4 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മലയാളത്തിലെ പിക്കാറസ്ക് നോവൽ എന്നാണ്. ഈ പിക്കാറസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് തെമ്മാടിയായിട്ടുള്ള ഒരു ആന്റി ഹീറോ സങ്കല്പം എന്നൊക്കെ പറയാം അല്ലെ. നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാടക അല്ലെങ്കിൽ നായക സങ്കല്പം, നാടകങ്ങളിലെയും സിനിമയിലെയും ഒക്കെ നായക സങ്കല്പത്തില് ആദ്യകാലങ്ങളിൽ നിലനിന്നിരുന്നത് രാജാവ് അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവർക്ക് നായക സ്ഥാനം കൊടുക്കുന്ന രീതിയാണ്. പക്ഷെ പിന്നീട് എന്തായി? തെമ്മാടികളായിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ അടിസ്ഥാന വർഗത്തിലുള്ളവരാണെങ്കിലും ഒക്കെ പ്രധാന നായക സങ്കല്പത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ ഇവിടെ പിക്കാറസ്ക് എന്ന് ഉള്ളത് കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? കുറച്ച് തെമ്മാടിത്തരം ഒക്കെ കാണിക്കുന്ന ഒരു ആന്റി ഹീറോ ടൈപ്പിലേക്ക് വരുന്ന കഥാപാത്രം കേന്ദ്ര സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിലുള്ള രചനകളെയാണ് പിക്കാറസ്ക് എന്ന് പറയുന്നത്. ഡോൺ കിക്സോട്ട് ഒക്കെ ഇതിൽ ഉദാഹരണമായിട്ട് ലോക സാഹിത്യത്തിൽ പറയാവുന്ന കൃതിയാണ്. അപ്പൊ മലയാളത്തിൽ ഇത്തരത്തില് എഴുതപ്പെട്ട ആദ്യത്തെ നോവൽ ഏതാണ്? നമുക്കറിയാം, പറങ്ങോടി പരിണയം അല്ല, ഉദയഭാനു അല്ല, പാറപ്പുറം അല്ല, മറിച്ച് ശരിയായ ഉത്തരം വിരുതൻ ശങ്കു ആണല്ലേ. വിരുതൻ ശങ്കു ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? വിരുതൻ ശങ്കു ആണ്. വിരുതൻ ശങ്കു ആണ്, മറക്കരുത്. വിരുതൻ ശങ്കു രചിച്ചതാരാണ്? കാരാട്ട് അച്യുതമേനോൻ. കാരാട്ട് അച്യുതമേനോനാണ് വിരുതൻ ശങ്കു രചിച്ചത്. ഇത് 1968 ഒരു സിനിമ അതേ പേരിൽ വിരുതൻ ശങ്കു എന്നുള്ള പേരിൽ തന്നെ ഒരു സിനിമ പുറത്തിറങ്ങി. അടൂർ ഭാസിയൊക്കെ ആണെന്ന് തോന്നുന്നു അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ 1968 വിരുതൻ ശങ്കു എന്ന പേരിൽ തന്നെ ആ നോവലിനെ സിനിമയാക്കിയിട്ടുണ്ട്. കാരാട്ട് അച്യുതമേനോൻ എഴുതിയ നോവലാണ്. എന്താണ് പ്രത്യേകത? മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവലാണ്, മറക്കരുത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്തൊരു കുഴപ്പിക്കുന്ന ചോദ്യം വരുന്നുണ്ട്. പക്ഷെ കുഴയാതിരിക്കാനാണ് നമ്മൾ മുൻകൂട്ടി തന്നെ പഠിച്ചിട്ട് പോകുന്നത്. പഴഞ്ചൊല്ലുകളെ പറ്റി മലയാള ഭാഷയിലെ ആദ്യത്തെ പ്രസിദ്ധീകരണം ആരുടെ വകയാണ്? എന്താണ് ഇവിടെ കൺഫ്യൂഷൻ വരുത്തുന്നത്? പഴഞ്ചൊല്ലുകളെ പറ്റി ചോദിച്ചിരിക്കുന്നത് മലയാള ഭാഷയിലെ ആദ്യത്തെ പ്രസിദ്ധീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. പഴഞ്ചൊല്ലെന്ന് കാണുമ്പം ഈ ഓപ്ഷൻസിൽ നമ്മൾ ആദ്യം കണ്ണുടക്കാൻ പോകുന്നത് ചിലപ്പോ ഹെർമൻ ഗുണ്ടത്തിലേക്കായിരിക്കും. ഉത്തരം തെറ്റാണ്. അപ്പോ ഇവിടെ 4 ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കുക. പൗളിനോസ് പാതിരി, ഹെർമൻ ഗുണ്ടത്ത്, ആഞ്ചലോ ഫ്രാൻസിസ്, ജോൺ ബാപ്റ്റിസ്റ്റ്. ഈ 4 ഓപ്ഷനിൽ നിന്നും നമ്മൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. അപ്പൊ ശരിയായിട്ട് ചോദ്യം മനസ്സിലാവണം. എന്തുകൊണ്ട് ഹെർമൻ ഗുണ്ടത്തിലേക്ക് പോയി എന്നുള്ളതിന്റെ ഉത്തരം എന്താണ്? നമുക്കറിയാം, പഴഞ്ചൊൽ മാല 1000 പഴഞ്ചൊല്ല്. അതിൽ പഴഞ്ചൊൽ മാലയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് പഴഞ്ചൊൽ മാല എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടത്താണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ 1791 റോമിൽ നിന്നും പഴഞ്ചൊല്ലുകൾ കൂടി മലയാള പഴഞ്ചൊല്ലുകൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു പുസ്തകം ആര് പ്രസിദ്ധീകരിച്ചിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞ പൗളിനോസ് പാതിരി പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ അത്തരത്തില് മലയാളത്തിലെ ആദ്യത്തെ പഴഞ്ചൊല്ലുകള് അല്ലെങ്കിൽ മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെ പറ്റി ആദ്യമായിട്ടൊരു പ്രസിദ്ധീകരണം ആരുടെ വകയാണ് എന്ന് ചോദിച്ചാൽ അവിടെ തെറ്റിപ്പോവരുത്. ഹെർമൻ ഗുണ്ടത്തല്ല, പഴഞ്ചൊൽ മാലയെ പറ്റിയല്ല ചോദിക്കുന്നത്, മറിച്ച് പൗളിനോസ് പാതിരിയെ പറ്റിയാണ്. അപ്പോ മുമ്പ് കാലത്ത് നെറ്റാണ് കുഴക്കിയിരുന്നെങ്കിൽ ഇപ്പൊ സെറ്റിലൂടെ ഈ നെറ്റിന്റെ സ്വഭാവം കയറി വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ആഴത്തിൽ കൂടുതൽ വസ്തുതാപരമായിട്ട് തന്നെ ഒന്നും വിട്ടുപോവാതെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? നമുക്കറിയാം, മഞ്ഞ് ബോധധാര നോവൽ തന്നെയാണ്. പക്ഷെ ആദ്യത്തേതാരാണ്? സ്വർഗദൂതൻ എന്നുള്ള നോവലാണ്. സ്വർഗദൂതൻ എന്നുള്ള നോവലാണ്. സ്വർഗദൂതൻ എന്നുള്ള നോവൽ എഴുതിയത് ആരാണ്? പോഞ്ഞിക്കര റാഫി. പോഞ്ഞിക്കര റാഫിയാണ് സ്വർഗദൂതൻ എന്നുള്ള നോവൽ എഴുതിയത്, മറക്കരുത്. അപ്പൊ സ്വർഗദൂതൻ. പിന്നെ നമുക്കറിയാം MDയുടെ മഞ്ഞ് അല്ലെ. MDയുടെ മഞ്ഞും ബോധധാരയെ പെടുന്നതാണ്. പക്ഷെ ആദ്യത്തേത് പോഞ്ഞിക്കര റാഫി എഴുതിയ ഏതാണ്? സ്വർഗദൂതൻ എന്നുള്ള നോവലാണ്. ബോധധാര എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു
പ്രമേയം സൃഷ്ടിച്ചെടുക്കുക, നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ വ്യക്തിയുടെ ആലോചനകളിലൂടെയൊക്കെ കടന്നുപോയി ചിലപ്പോൾ നേർരേഖീയമല്ലാത്ത രീതിയിലൊക്കെ കടന്നു പോകുന്ന ഒരു അനുഭവം നോവൽ വായനയിൽ നമുക്ക് സമ്മാനിക്കുന്ന തരം നോവലുകളാണ്. ഏത് തരം നോവലുകൾ? ബോധധാര എന്ന് പറയുന്ന തരത്തിലുള്ള കൃതികൾ അല്ലെ. അപ്പൊ ഇവിടെ മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? സ്വർഗദൂതൻ എന്നുള്ള നോവലാണ്. ബൈബിൾ കഥകളൊക്കെ ഇതിവൃത്തമായിട്ട് എഴുതിയ നോവലാണ്. ഇനി അടുത്തൊരു ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് ഇതൊക്കെ നേടിയ ഒരു കൃതി, ഇതെല്ലാം കൂടെ നേടിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കുക. ഏണിപ്പടികൾ, ഛത്രവും ചാമരവും, അഗ്നിസാക്ഷി, അരനാഴിക നേരം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാര്യം അഗ്നിസാക്ഷിക്കാണ് ഈ 4 പുരസ്കാരവും കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെ അവാർഡാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു, വയലാർ അവാർഡ് നേടി, ഓടക്കുഴൽ അവാർഡ് നേടി. 4 അവാർഡ് നേടിയ കൃതി ഈ 4 എണ്ണത്തിൽ ഏതാണ്? അഗ്നിസാക്ഷി എന്നുള്ള ലളിതാംബിക അന്തർജനത്തിന്റെ പ്രശസ്തമായ നോവലാണ്. പിൽക്കാലത്ത് അത് ശ്യാമപ്രസാദ് അഗ്നിസാക്ഷി എന്നുള്ള പേരിൽ തന്നെ സിനിമയാക്കുകയും ചെയ്തു. അപ്പം ഈ കാര്യവും നമ്മൾ ഓർത്തിരിക്കുക. ഇതൊക്കെ ഈ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളിൽ പെടുന്ന ചോദ്യമായിട്ടാണ് വരുന്നത്. ഇനി ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ പൗരസ്ത്യ കാവ്യമീമാംസയിൽ നിന്നും വന്നേക്കുന്ന ചോദ്യമാണ്. ചേരുംപടി ചേർക്കാനായിട്ട് പൗരസ്ത്യ കാവ്യമീമാംസയിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. കാവ്യാനുശാസനം, കാവ്യപ്രകാശം, കാവ്യദീപിക, കാവ്യാദർശം ഇങ്ങനെ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നു. കണ്ടോ? കാവ്യാനുശാസനം, കാവ്യപ്രകാശം, കാവ്യദീപിക, കാവ്യാദർശം എന്നുള്ളതാണ് ഒരു ഭാഗത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. മറുഭാഗത്ത് നോക്കിക്കേ, മമ്മടൻ, ഹേമചന്ദ്രൻ, കാന്തിചന്ദ്രൻ, ദണ്ഡി. 4 ഓപ്ഷൻസ് ആണ്. മമ്മടൻ, ഹേമചന്ദ്രൻ, കാന്തിചന്ദ്രൻ, ദണ്ഡി എന്നുള്ള 4 ഓപ്ഷൻസ്. ഇതില് നമ്മൾ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് കണ്ടെത്തുകയാണ് വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. കാവ്യാനുശാസനം ആരുടെയാണ്? കാവ്യപ്രകാശം ആരുടെയാണ്? കാവ്യദീപിക ആരുടേതാണ്? അതുപോലെ കാവ്യാദർശം ആരുടേതാണ്? അപ്പൊ ഇതിൽ ഉത്തരത്തിലേക്ക് നമുക്ക് പോവാം. കാവ്യാനുശാസനം എന്ന് പറയുന്നത് ആരുടെയാണ്? കാവ്യാനുശാസനം ഹേമചന്ദ്രൻ എന്ന് പറയുന്ന കാവ്യമീമാംസകന്റെയാണ് കാവ്യാനുശാസനം. കാവ്യപ്രകാശം എന്ന് ഓർക്കുമ്പോ അത് മമ്മടന്റെ ആണെന്ന് ഓർക്കണം. കാവ്യപ്രകാശം മമ്മടന്റെ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ കാവ്യപ്രകാശം ആരുടേതാണ്? കാവ്യപ്രകാശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാം മമ്മടന്റെ ആണ് അല്ലെ. കാവ്യപ്രകാശം മമ്മടന്റെ ആണ്. അത് കഴിഞ്ഞ് കാവ്യദീപിക ആരുടെയാണ് വരുന്നത്? കാന്തിചന്ദ്രന്റെ ആണ് കാവ്യദീപിക എന്നുള്ളത്. പിന്നെ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കറിയാം കാവ്യാദർശം ദണ്ഡി എന്നുള്ളത് നമ്മൾ മറക്കത്തില്ല. കാവ്യാദർശം ദണ്ഡിയാണ്. അപ്പൊ ഒന്ന് നോക്കിക്കേ, കാവ്യാനുശാസനം എന്നുള്ളത് ഹേമചന്ദ്രന്റെ ആണ്. കാവ്യപ്രകാശം എന്നുള്ളത് അതുപോലെ മമ്മടന്റെ ആണ്. അപ്പൊ കാവ്യപ്രകാശം എന്നുള്ളത് മമ്മടന്റെ ആണ്. കാവ്യദീപിക ആരുടേതാണ്? കാന്തിചന്ദ്രന്റെ ആണ് കാവ്യദീപിക. കാവ്യാദർശം എന്നുള്ളത് ദണ്ഡിയുടേതാണ്. ഓക്കെ, അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ട് ചേരുംപടി ചേർക്കുമ്പോൾ വരുന്ന ഗണങ്ങള്. മറ്റൊന്ന് പൗരസ്ത്യ കാവ്യമീമാംസയിൽ നിന്ന് തന്നെ ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. സഹൃദയൻ എന്ന പദത്തിന് പകരമായി രാജശേഖരൻ ഉപയോഗിക്കുന്ന പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സഹൃദയൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് നമുക്കറിയാം അല്ലെ. കവിയുമായി ഒരേ ഹൃദയമുള്ളവൻ, അല്ലെങ്കിൽ കവി എഴുതുന്ന കാര്യങ്ങളെ സമാന ഹൃദയത്തോടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആസ്വാദകനെയാണ്, നല്ലൊരു ആസ്വാദകനെയാണ് സഹൃദയൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ രാജശേഖരൻ സഹൃദയൻ എന്നുള്ളതിന് മറ്റൊരു പേര് കൊടുത്തു. അത് ഈ കൂട്ടത്തിൽ ഉണ്ട്. ഏതാണെന്നാണ് ചോദ്യം. സമാന ഹൃദയൻ എന്നുള്ളതാണോ? അതുപോലെ വിമല പ്രതിഭാനശാലി ഹൃദയൻ എന്നുള്ളതാണോ? ദോഷജ്ഞ എന്നുള്ളതാണോ? ഭാവകൻ എന്നുള്ളതാണോ? രാജശേഖരന്റെ ഭാഗങ്ങൾ കൃത്യമായി പഠിക്കണം. ഭാവയിത്രി, കാരയിത്രി എന്നുള്ള പ്രതിഭയുടെ വേർതിരിവ് അല്ലെ. ആസ്വാദകനും പ്രതിഭ വേണം. കവി എഴുതുന്ന കവിക്ക് മാത്രമല്ല, വായിക്കുന്ന ആസ്വാദകനും പ്രതിഭ വേണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച, കാരയിത്രി ഭാവയിത്രി എന്ന് പ്രതിഭയെ തിരിച്ച, സഹൃദയനെ തന്നെ 4ആയിട്ട് തിരിച്ച, സഹൃദയനെ ഭാവകൻ എന്ന് വിളിച്ച ആളാണ് രാജശേഖരൻ. അപ്പൊ ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സഹൃദയൻ എന്ന പദത്തിന് പകരമായി രാജശേഖരൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? അത് ഭാവകൻ എന്നുള്ള പദമാണ്. ഭാവം ഉൾക്കൊള്ളുന്നവനാണ് ഭാവകൻ അല്ലെ. അപ്പം ഭാവകൻ എന്നുള്ള പദമാണ് രാജശേഖരൻ സഹൃദയൻ എന്നുള്ള പദത്തിന് പകരമായി ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. നമുക്കറിയാം
പണ്ടുണ്ടായിരുന്ന കടുപ്പമല്ല, അതിനപ്പുറം കുറച്ചുകൂടി കടുത്ത ഒരു ലെവലിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ സെറ്റ് എക്സാം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ സെറ്റ് മലയാളം എക്സാമിന് വന്ന ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പഠിക്കണം സെറ്റ് നേടണമെങ്കിൽ എന്നുള്ള ഒരു മനസ്സിലാക്കൽ നമുക്കൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പുറമേ ഉള്ള ഉപരിപ്ലവമായുള്ള പഠിത്തത്തിന് പകരം കുറച്ചുകൂടെ ആഴത്തിൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിളും സ്റ്റഡി പ്ലാനും എക്സാം ഓറിയന്റഡ് മെത്തേഡും സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കൃത്യമായ ഒരു ചിട്ടവട്ടങ്ങളുമായിട്ടൊക്കെ ഉള്ള പഠിത്തമാണ് എന്തിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ടത്, സെറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് വേണ്ടത്. അപ്പൊ അത്തരത്തില് സെറ്റ് എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് ഇവിടെ CCയില് ഒരു 30 ദിവസത്തെ സെറ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൃത്യമായ സ്റ്റഡി പ്ലാനുകൾ ഉണ്ട്, കൃത്യമായ മെന്റർഷിപ്പ് ഉണ്ട്, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി പഠിച്ച് അടുത്ത സെറ്റ് എക്സാം തന്നെ എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ CCയോടൊപ്പം നമ്മുടെ സ്റ്റഡി പ്ലാനോടൊപ്പം നമ്മുടെ കൃത്യമായ മെന്റർഷിപ്പിനോടൊപ്പം ഒരുമിച്ച് പഠിച്ച് കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അപ്പൊ അടുത്ത സെറ്റ് CCയോടൊപ്പം നേടാൻ തയ്യാറായിക്കൊള്ളുക. താങ്ക് യു.